2025 ജൂൺ 29 ശുക്രൻ രാശി പരിവർത്തനം ചെയ്യുന്നു. മേടം രാശിയിൽ നിന്നും ഇടവൻ രാശിയിലേക്ക്. ശുക്രൻ തൻ്റെ സ്വന്തം രാശിയായ ഇടവൻ രാശിയിൽ 2025 ജൂൺ 29 മുതൽ 2025 ജൂലൈ 26 വരെ നിലകൊള്ളും. ശുക്രൻ്റെ ഈ രാശി പരിവർത്തനം മേടം രാശിയിൽ വരുന്ന അശ്വതി, ഭരണി, കാർത്തികയുടെ 1-ാം പാദം എന്നീ നക്ഷത്രക്കാർക്ക് എങ്ങനെ സ്വാധീനിക്കുമെന്ന് നോക്കാം. ശുക്രൻ ഇടവൻ രാശിയിൽ നിലകൊള്ളുന്ന ഈ സമയത്ത് നിങ്ങളുടെ സംസാര രീതിയും പെരുമാറ്റ രീതിയുമൊക്കെ മറ്റുള്ളവരോട് വളരെ നല്ല രീതിയിൽ ആയിരിക്കും. മറ്റുള്ളവർ ഇഷ്ടപ്പെടുകയും പ്രശംസിക്കുകയും ഒക്കെ ചെയ്യുന്ന രീതിയിലുള്ള പെരുമാറ്റങ്ങളും സംസാരങ്ങളും ഒക്കെ ആയിരിക്കും നിങ്ങളിൽ ഉണ്ടാവുക. വളരെ ഹൃദ്യമായ രീതിയിലൊക്കെ നിങ്ങൾ വീട്ടുകാരോടൊക്കെ പെരുമാറും. സാമ്പത്തിക ഉയർച്ചയുണ്ടാകുകയും ഡിപ്പോസിറ്റുകളിലൊക്കെ വൃദ്ധി ഉണ്ടാകുകയും ചെയ്യും. നിങ്ങളുടെ സേവിങ്സിൽ വൃദ്ധിയുണ്ടാകും. അതുപോലെ തന്നെ ഈ സമയത്ത് നിങ്ങൾ പൈസ എവിടെയെങ്കിലും ഫിക്സഡ് ഡിപ്പോസിറ്റ് ചെയ്യുകയാണെങ്കിൽ അതിൽ നിന്നും നല്ല രീതിയിലുള്ള റിട്ടേൺസ് നിങ്ങൾക്ക് തിരികെ ലഭിക്കും. മേടം രാശിയിൽ വരുന്ന ഗായകരായിട്ടുള്ള കലാകാരന്മാർ നിങ്ങളുടെ ഏതെങ്കിലും ആൽബം റിലീസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നെങ്കിൽ ജൂലൈ 26 മുൻപായി അത് റിലീസ് ചെയ്താൽ നിങ്ങൾക്കതിൽ വളരെ നല്ല രീതിയിലുള്ള സക്സസ് ലഭിക്കാൻ ഇടവരും. കുടുംബത്തിലെ മുതിർന്നവരുടെ ആശീർവാദങ്ങളും അനുഗ്രഹങ്ങളും ഒക്കെ നിങ്ങളോടൊപ്പം എപ്പോഴും ഉണ്ടായിരിക്കും. ഈ രീതിയിലെല്ലാം ശുക്രൻ നിങ്ങൾക്ക് ഈ ഒരു മാസക്കാലം അനുകൂലമായി നിൽക്കുമെങ്കിലും ഭാര്യാഭർത്തൃ ബന്ധത്തിൽ ചില വഴക്കുകൾക്കും പിണക്കങ്ങൾക്കും സുഖക്കുറവിനുമൊക്കെ കാരണങ്ങൾ ഉണ്ടാകും. അടുത്തതായി മിഥുനം രാശി. മകയിരം അവസാനത്തെ അര, തിരുവാതിര, പുണർദം ആദ്യത്തെ 1/4 ഭാഗം ഈ 3 നക്ഷത്രങ്ങളാണ് മിഥുനം രാശിയിൽ വരുന്നത്. ജൂൺ 29 മുതൽ ജൂലൈ 26 വരെയുള്ള ഈ സമയത്ത്, അതായത് ശുക്രൻ ഇടവൻ രാശിയിൽ നിൽക്കുന്ന ഈ കാലഘട്ടത്തിൽ നിങ്ങളുടെ ലുക്ക്, അതായത് നിങ്ങളുടെ പേഴ്സണാലിറ്റി മറ്റുള്ളവരുടെ മുൻപിൽ ഒന്ന് എടുത്തു കാണിക്കത്തക്ക വിധത്തിലുള്ള താല്പര്യം നിങ്ങൾ പ്രകടിപ്പിക്കും. നിങ്ങൾ മറ്റുള്ളവരുടെ മുൻപിൽ ഒന്ന് അട്രാക്റ്റീവ് ആകാൻ വേണ്ടി, അതായത് മറ്റുള്ളവരുടെ മുൻപിൽ നിങ്ങളുടെ സൗന്ദര്യത്തെ ഒന്ന് എടുത്തു കാണിക്കാൻ വേണ്ടിയുള്ള പ്രവൃത്തികളൊക്കെ ചെയ്യും. സൗന്ദര്യ സംരക്ഷണത്തിൽ നിങ്ങൾ വളരെയധികം ശ്രദ്ധ കേന്ദ്രീകരിക്കും. 10 പേരുടെ ഇടയിൽ നിങ്ങൾ നിൽക്കുമ്പോൾ അതിൽ നിങ്ങൾക്ക് മുൻപന്തിയിൽ നിൽക്കണമെന്ന ചിന്തയോടുകൂടി അതിനുവേണ്ടിയുള്ള വസ്ത്രങ്ങളും മറ്റ് സാമഗ്രികളും ഒക്കെ വാങ്ങിക്കുന്നതിൽ പൈസ ചിലവഴിക്കുന്ന സമയം കൂടിയാണ്. നിങ്ങൾ വല്ല ലോണും മറ്റും എടുക്കാനായി ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ അതൊക്കെ സാധ്യമാകുന്ന സമയമാണ്. ശത്രുക്കളും നിങ്ങളുടെ മിത്രങ്ങളായി നിങ്ങൾക്കൊപ്പം ഉണ്ടാകും. നിങ്ങളുടെ സന്താനങ്ങളുടെ കാര്യത്തിൽ നിങ്ങൾ പ്രതീക്ഷിക്കുന്ന അത്രയും ഫലം ലഭിക്കുന്ന ഒരു സമയമല്ല. വിദ്യാർത്ഥികളുടെ വിദ്യാഭ്യാസത്തിൻ്റെ കാര്യത്തിൽ നല്ല ഉയർച്ച ഉണ്ടാകുന്ന ഒരു സമയമല്ല. അവർ പ്രതീക്ഷിക്കുന്ന അത്രയും ഫലം ലഭിക്കാത്ത ഒരു സമയമാണ്. അതുപോലെ നിങ്ങൾ ജോലിക്കാരോ ബിസിനസ്സുകാരോ ഒക്കെ ആണെങ്കിൽ നിങ്ങൾ എടുക്കുന്ന ചില തീരുമാനങ്ങൾക്ക് നല്ല ഫലം കിട്ടിയെന്ന് വരികയില്ല. പിന്നീട് നിങ്ങൾ അതിനെക്കുറിച്ച് ചിന്തിക്കും, ഇങ്ങനെ ഒരു തീരുമാനം എടുക്കേണ്ടായിരുന്നു എന്ന് ചിന്തിക്കുന്ന അവസ്ഥയുണ്ടാകും. അതുകൊണ്ട് എന്ത് തീരുമാനങ്ങൾ എടുക്കുമ്പോഴും ശരിയാവണ്ണം ആലോചിച്ചുറപ്പിച്ച ശേഷം മാത്രമേ അതിന് ഫൈനൽ ഡിസിഷൻ എടുക്കാവുള്ളൂ. ഒരു തീരുമാനങ്ങളും എടുക്കുമ്പോൾ എടുപിടിയെന്ന് എടുത്തുചാട്ടം കാണിക്കാൻ പാടില്ല. അടുത്തത് കർക്കിടകൻ രാശി. പുണർദം 1-ാം പാദം, പൂയം, ആയില്യം ഈ 3 നക്ഷത്രങ്ങളാണ് കർക്കിടകൻ രാശിയിൽ വരുന്നത്. ജൂൺ 29 മുതൽ ജൂലൈ 26 വരെയുള്ള സമയം നിങ്ങൾക്ക് വളരെ അനുകൂലമായിട്ടുള്ള ഒരു സമയമാണ്. നിങ്ങൾ ഉദ്ദേശിക്കുന്നതിലും കൂടുതൽ സമ്പത്ത് നിങ്ങളിലേക്ക് വന്നു ചേരും. നിങ്ങളിലേക്ക് ധനത്തിൻ്റെ വരവ് കൂടുന്ന കാലഘട്ടമാണ്. നിങ്ങളുടെ സുഹൃത്തുക്കളെല്ലാം നിങ്ങൾക്ക് ഹെൽപ്ഫുള്ളായി നിൽക്കുന്ന സമയമാണ്. എന്ത് സഹായം ചോദിച്ചാലും മടി കൂടാതെ അവർ അത് സാധിച്ചു തരും. അതുപോലെ തന്നെ നിങ്ങളുടെ സഹോദരങ്ങളിൽ നിന്നും നിങ്ങൾക്ക് വേണ്ടത്ര സഹായങ്ങളും സ്നേഹവും എല്ലാം ലഭിക്കുന്ന ഒരു സമയമാണ്. ഈ സുഖസൗകര്യങ്ങളെല്ലാം നിങ്ങൾക്കുണ്ടെങ്കിലും അത് അനുഭവിക്കാനുള്ള യോഗം കാണുന്നില്ല. കാരണം നിങ്ങൾക്ക് നിങ്ങളുടെ കരിയറിലും കൂടുതൽ പണത്തെ നിങ്ങളിലേക്ക് വന്നു ചേരാനുള്ള പ്രവൃത്തികളിലും ഒക്കെ ആയിരിക്കും നിങ്ങളുടെ ശ്രദ്ധ. ഈ കാര്യങ്ങളിലൊക്കെ നിങ്ങൾ ശ്രദ്ധ കേന്ദ്രീകരിക്കുമ്പോൾ സുഖഭോഗങ്ങളെക്കുറിച്ചുള്ള ചിന്ത നിങ്ങളിൽ നിന്ന് വിട്ടകലുന്നു. മറ്റു പല കാര്യങ്ങൾക്കുമായി നിങ്ങൾ ഓടി നടക്കുമ്പോൾ എല്ലാം ഉണ്ടായിട്ടും അതൊന്നും അനുഭവിക്കാനുള്ള യോഗമില്ലാതാകുന്നു. അതായത് അനുഭവയോഗം ഇല്ലാതാകുന്നു. ജൂൺ 29 മുതൽ ജൂലൈ 26 വരെ മേടം
മിഥുനം, കർക്കിടകൻ രാശിക്കാരുടെ ഫലങ്ങളാണ് പറഞ്ഞിരിക്കുന്നത്. വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി, നമസ്കാരം.